അച്ഛനില്ലാത്ത കുട്ടിമണിയുടെ ആദ്യത്തെ പിറന്നാളിന് സമ്മാനമായി പുത്തനുടുപ്പ് വേണമെന്ന് മനസ്സിജനോട് കുട്ടിമണി പറയുന്നു. നിഷ്കളങ്കമായ കുട്ടിമണിയുടെ മുഖം മനസ്സിജനെ വിഷമിപ്പിക്കുന്നു. മേടിച്ചു തരാം. കുട്ടൂന് എന്താ വേണ്ടേ? ഒരുപാട് ഒരുപാട് അതാ എനിക്കിഷ്ടം. അച്ഛൻ എനിക്ക് എപ്പോഴും ഉടുപ്പ് മേടിച്ചു തരുമായിരുന്നു. സമ്മാനം വാങ്ങാൻ കള്ളത്തരങ്ങൾ പറഞ്ഞ് മതികലയിൽ നിന്നും മനസ്സിജൻ പണം വാങ്ങുന്നു. അത് പിന്നെ അങ്ങനെ ഒരുപാടൊന്നും വേണ്ട, ഒരു 5000 രൂപ. ഒരൊറ്റ രൂപ കോയിൻ ആണെങ്കിൽ കൂടി അതിനൊരു പേർപ്പസ് കാണത്തില്ലേ മനസ്സിജ? മനസ്സിജൻ അച്ഛന്റെ ഫോട്ടോയുടെ മുന്നിൽ വെച്ച സമ്മാനം മതികല എടുത്തു മാറ്റുന്നു. തൊടിയിലെ തെങ്ങിൻചോട്ടിലുണ്ട് ചാരമായി. തുടർന്ന് കാണുക. പ്രാർത്ഥിച്ച മോള് എന്നതാ പാത്തിന്റെ വലിയ അച്ഛയുടെ കുട്ടിമണിയുടെ പിറന്നാളാണ്. അച്ഛയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. അച്ഛേ പിന്നില്ലേ അച്ഛേ, അച്ഛരെ പൊന്നുമോടെ പിറന്നാളായിരുന്നേ. കേക്കും പായസവും പഴവും ഒക്കെ ഉണ്ട്. അച്ഛൻ വരണേ. കഴിഞ്ഞ വർഷം ഈ സമയത്ത് അച്ചൂട്ടനായിരുന്നു എല്ലാറ്റിനും മുൻപിൽ. അമ്മ ചുമ്മാ കരഞ്ഞു കുട്ടിമണിയെ കൂടി സങ്കടപ്പെടുത്തല്ലേ. ശാരദേ, ഒരിലയിൽ കുറച്ച് ചോറും കറികളും പായസവും ഒക്കെ എടുത്ത് ആദ്യം അച്യുതന് മാറ്റി വെക്കണം. തൂശനിലയുടെ തലയ്ക്കല് ഒരു വിളക്കും കത്തിച്ചു വെക്കണം. ഓ പാതിച്ചു ഇന്ന വെച്ച് കേക്ക് മോച്ചാ. മുറിക്കാം. ഞാനിത് മൊട്ടക്ക് തിന്നാൻ പോവാനേ. നില്ല്. ആദ്യം കേക്ക് മുറിക്കട്ടെ. എന്നെ പെട്ടെന്ന് മുറിച്ച്. അതെ, ആ വാക്കത്തി ഇങ്ങെത്തോണ്ട് വാ. അയ്യോ, വാക്കത്തി ഒന്നും വേണ്ട മോളെ. എന്നാ കൊടാലെത്തോ? വാക്കത്തിയും കോടാലും ഒന്നും വേണ്ട, ഒരു കുഞ്ഞു കത്തി മതി. കുഞ്ഞു കത്തിയോ? ആരുടെ കുഞ്ഞാ? ആരുടെയും കുഞ്ഞല്ല, ഒരു ചെറിയ കത്തി മതിന്ന്. ഞാനേ അങ്ങ് പേച്ചു പോയി. എന്നാ കത്തി താത്താ. കേക്ക് കണ്ടപാടെ പെണ്ണ് തുള്ളി ഉറഞ്ഞു നിൽക്കുകയാണല്ലോ. ഇനി ഒരു പൂക്കൊലയുടെ കുറവ് കൂടിയേ ഉള്ളൂ. ആദ്യം കാൻഡിൽ കത്തിക്കട്ടെ. എന്താ? മെഴുകുതിരി കത്തിക്കട്ടേന്ന്. എന്റെ കേക്ക് നിങ്ങൾ ഞാൻ കൂടി ചുട്ടി ഞാൻ പോവാന്നോ? അടങ്ങി നിക്കി കുട്ടിപണി. ബർത്ത്ഡേക്ക് ഇങ്ങനെ അല്ല. സീത ടീച്ചർ ഇതൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലേ ശിഷ്യക്ക്? ഓരോന്നായിട്ട് പറഞ്ഞു കൊടുത്ത് വരുന്നല്ലേ ഉള്ളൂ. ഒന്ന് വെയിറ്റ് ചെയ്യ് കലമോളെ. ഇനി ഇത് ഊതിക്കെടുത്ത്. അയ്യോ, കെടുത്താനാണെങ്കിൽ അഭിനന്ദന കത്തിച്ചേ. എന്റെ കുട്ടിമണി ഇതങ്ങനാ. ഊതിക്കേ. ഓരോ തലതിരിഞ്ഞ ഏർപ്പാടുകൾ നോക്കിയേ. സാധാരണ എല്ലായിടത്തും നല്ല കാര്യത്തിന് വിളക്ക് കത്തിക്കും. ഇവിടെ കത്തിച്ചു വെച്ച വിളക്ക് ഊതിക്കെടുത്തുന്നു. അതെ, മെഴുകുതിരി കെടുത്തു കുട്ടിമണി, എന്നിട്ട് കേക്ക് മുറിക്കാൻ പറ്റൂ. ഇപ്പൊ കേട്ടാവേ. ഇപ്പൊ കേട്ടാവേ. മറിച്ചോ. ആരും ചിരിക്കണ്ട. കുട്ടിമണിയുടെ ഉള്ളില് ബുദ്ധിയുള്ള ഒരു മിടുക്കി കുട്ടി ഉണ്ടെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായത്. ദേ കണ്ടില്ലേ, അവള് സ്വന്തമായിട്ടൊരു വഴി കണ്ടുപിടിച്ചത്. മിടുക്കി കുട്ടി. ഇനി നമുക്ക് കേക്ക് മുറിക്കാം. ഇത് പിടിച്ച് മുറിക്കാം. കേക്ക് ആദ്യം മനസ്സിജന് കൊടുക്കണം. എന്നാ മനസ്സിയാ? എന്റെ വഴിയിലേക്ക് കാണേ. ഇനി അല്ലേട്ടേ കൊച്ചെടുക്ക്.
ചക്കര പഞ്ചാര അമ്മയ്ക്ക്, കുഞ്ഞേട്ടന്, മതി 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 മതി. ആ ബാലേട്ട കുട്ടിമണിയുടെ ഗിഫ്റ്റിംഗ് എടുക്ക. നീ തന്നെ കൊടുക്കും. കുട്ടിമണിക്ക് വല്യേട്ടന്റെയും വല്യേച്ചിയുടെയും വക സമ്മാനം. പട്ടുപാവാടയും ബ്ലൗസുവാ. പിന്നെ പടം വരയ്ക്കാൻ കളറിംഗ് ബോക്സും. കൊച്ചു സമ്മാനം തരുന്നില്ലേ? ഉണ്ടല്ലോ, കൊച്ചേച്ചിയും കുഞ്ഞേട്ടനും കൂടെ ഒരു ഉഗ്രൻ സമ്മാനം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്തോ അത്? അതൊക്കെ ഉണ്ട്, കൊച്ചേച്ചി കാണിച്ചു തരാം. നമുക്കേ കണ്ണു പൊത്തി പോകാം, അതാ ഇപ്പോഴത്തെ ഒരു സ്റ്റൈല്. വാ. അതെ, എന്നെ എങ്ങോട്ടാ ആയിക്കൊണ്ടു വന്നേ? ഒരു സൂത്രം കാണിച്ചു തരാമേ. സൂത്രോ? ആ എന്തോ അത്? ദേ നോക്കിയേ. കുട്ടിമണിക്കാ ഇത്. ആ സ്വന്തമായിട്ടാണോ? ആ സന്തോഷമുണ്ടല്ലോ, ഞാനിപ്പോ അങ്ങ് ചത്തു. അയ്യോ മോളെ, അയ്യോ പയ്യെ നോക്കി. സൂക്ഷിച്ച്. ശരിക്കും ഞാനേ സൈക്കിളില് അമേരിക്ക പോവേ, എന്നെ മനുഷ്യനെ കൊണ്ടുപോവേ. അയ്യോ അമ്മാവനാ. സൂക്ഷിച്ച്. ഞാൻ ഓർത്ത് വരത്തില്ല. അമ്മേ. രാവിലെ ഇറങ്ങിയതാ. ബസ് സ്റ്റാൻഡിൽ വന്നപ്പോൾ പെട്ടെന്ന് 2 മണിക്കൂർ പണി മുടക്കും. കേന്ദ്ര സർക്കാർ ഡീസലിന്റെയും പെട്രോളിന്റെയും വില കൂട്ടിയെന്ന്. ഏതപ്പം ചത്താലും തല പോകുന്ന കോഴിയുടെ അല്ലേ. 2 മണിക്കൂർ അവിടെ പോയി. പത്രത്തിൽ കണ്ടില്ലേ, നമ്മുടെ പ്രധാനമന്ത്രിക്ക് വിദേശത്തുനിന്ന് ഒരു കുതിരയെ സമ്മാനമായി കിട്ടിയെന്ന്. റേഷൻ കട വഴി ഓരോന്നിനെ നമുക്കും കൂടെ തന്നാ മതിയായിരുന്നു. പിന്നെ പെട്രോളിന്റെയും ഡീസലിന്റെയും പ്രശ്നമില്ലല്ലോ. സീതേ, അമ്മാവന് കാപ്പി ആ എടുക്കാം. ശരി. ഓ, കാപ്പി വേണ്ട ബാല, ഊണ് സമയമായില്ലേ. ഇനി പിറന്നാൾ സദ്യ തന്നെ മതി. സൂക്ഷിച്ച്. അമ്മേ, ഇലയൊക്കെ വിട്ടുവെച്ചിട്ടില്ലേ? ഉണ്ടട ചെറുക്ക. ആ എന്നാ പിന്നെ ഊണ് കഴിക്കാം. രാവിലെ മുതൽ കുട്ടിമണി സദ്യയും ചോദിച്ചോണ്ട് കിടക്കുക. കുട്ടിമണി വാ, ഊണ് കഴിക്കാം. എനിക്ക് സൈക്കിൾ ഓടിച്ചോ? ഊണ് കഴിഞ്ഞിട്ട് സിജൻ പഠിപ്പിച്ചു തരും കുട്ടിമണി സൈക്കിൾ ഓടിക്കാൻ. ആ ഞാനിപ്പോ സൈക്കിൾ ഓടിച്ചാൻ പഠിച്ചേ. എല്ലാരും തോപ്പിച്ചു ഞാൻ. പെങ്ങളെ, കൊച്ചിന് കൊണ്ടുവന്ന് അങ്ങ് കൊടുത്തു. മോളെ ദാ ഒരു ചുരിദാറാ. മോളെ ആ വേഷത്തിൽ ആരും കണ്ടിട്ടില്ലല്ലോ. ഞാനൊന്ന് നോക്കട്ടെ. അത്ര നല്ല ക്ലോത്ത് അല്ലാന്നാ തോന്നുന്നത്. ചിലപ്പോ വല്ല ഇൻഫെക്ഷനും ഉണ്ടാവും. കുട്ടിമണിയുടെ സ്കിൻ അത്ര സെൻസിറ്റീവ് അല്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. അത്ര വലിയ വിലയുടെ ഒന്നുമല്ല. വിലയിൽ എന്ത് കാര്യം, സമ്മാനം കൊടുക്കുന്നതിലാ കാര്യം. ഇത് നല്ല ഡിസൈനാ, കുട്ടിമണിക്ക് നന്നായിട്ട് ചെയ്തു. അമ്മ കുട്ടിമണിക്ക് കിട്ടിയ സമ്മാനം. വാ മക്കളെ, ഊണ് കഴിക്കാം. അവേ എനിക്ക് ചുരിദാർ 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 നന്നായിട്ടുണ്ട്. ബാല, അമ്മാവനെ വിളിക്കാം. വാ അമ്മാവ. നല്ല രസമുണ്ടല്ലേ. വാ, ഇനി നമുക്ക് ഊണ് കഴിക്കാം. കലമോൾക്കും മനസ്സിനും അറിയാമെന്നോ? എന്റെ പൊന്നു മോളെ, നിന്റെ ജീവിതം പോയില്ലേടി. നീ എന്തിനാ അമ്പലത്തിൽ പോയത്? എനിക്ക് പോവാതിരിക്കാൻ പറ്റുമോ അമ്മേ? എന്റെ ദൈവമേ, അമ്മാവനറിഞ്ഞ നിന്നെ കൊല്ലും എന്നെയും കൊല്ലും. എന്താ സീതയുടെ അമ്മയും കൂടി ഒരു രഹസ്യം? ഞാനറിയാത്ത പുതിയ രഹസ്യം വല്ലതും ആണോ? ഏയ് ഒന്നുമില്ല കലമോളെ. അമ്മേ, ഊണ് കഴിക്കാം. അമ്മേ, ഞാൻ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചേ. ഇങ്ങനെ പിടിച്ച് ഞാൻ നേരെ, നേരെ, നേരെ നോക്ക്, നേരെ നോക്ക്. കുട്ടിമണി മോളെ സൂക്ഷിച്ച് വീടല്ലേ. ആ, അവിടെ ഞാൻ നോക്ക്. സൈക്കിൾ ഓടിക്കാൻ പഠിച്ചേ.
നേരെ നേരെ. ഊണ് കഴിഞ്ഞ പാടെ ബാലന് രവി അങ്ങ് പോയോ? ബാലേട്ടിന് കടയിൽ പോകണ്ടേ മാമേ? രവിക്ക് എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന്. ആ സ്പീഡ് സ്പീഡ് പോവാം, സ്പീഡ് പോവാം. ഞങ്ങളുടെ രവി ഇപ്പൊ വലിയ മിടുക്കനായി പോയി കേട്ടോ. ഇപ്പൊ വലിയ ആഫീസറാ, കലമോളുടെ അച്ഛന്റെ ആഫീസില്. സീതയുടെ അമ്മയ്ക്ക് എന്തു പറ്റി? കുറച്ചു നേരമായിട്ടൊരു ക്ഷീണം പോലെ. ഒന്നുമില്ല, ബസ്സിലിരുന്ന് വന്നതിന്റെ ആന്ന് തോന്നുന്നു ക്ഷീണം. പ്രഥമം കുടിച്ചതിന്റെ ആവും പെങ്ങളെ ക്ഷീണം. അയ്യോ, അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. കുറച്ച് പായസം ഉപ്പേരിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ആ ശാരദേ, ആ ഇഞ്ചിക്കറിയും പച്ചടി അച്ചാറും ഒക്കെ ഓരോ കുപ്പിയിലാക്കി കൊടുത്തു വിട്. ആ. എല്ലാം സീത കൊച്ചി തന്നെ ഉണ്ടാക്കിയതാ കേട്ടോ. മോളെ, അമ്മാവന് നിങ്ങളുടെ മുറി കട്ടില് വിരിച്ചു കൊടുക്ക്. ആ. വിശ്രമിക്കട്ടെ. ഇനി 4 മണിക്കല്ലേ ബസ്സുള്ളൂ. കിടക്കണോ മാമേ? നീ അങ്ങനെ ചോദിച്ച സ്ഥിതിക്ക് ഒന്ന് നടു നിർത്തിയേക്കാം അല്ലേ? മനുഷ്യ, നമുക്ക് ഒരു സൈക്കിളിൽ പന്തയം വെക്കാം. ഞാനേ ജയിക്കും. ഞാൻ മതി, നമുക്ക് നിർത്താം. അയ്യോ. മനുഷ്യ, പഠിച്ചില്ലേ ഇപ്പൊ? ഞാൻ സൈക്കിൾ ഓടിക്കാൻ പഠിച്ച് മിടിച്ചല്ലേ? ആ മിടുക്കിയായി. മിടിക്കായില്ലേ? ആ മിടുമിടുക്കിയായി. ഞാൻ മിടിക്കായില്ലേ? ആയേ ചേച്ചി, ഞാനുണ്ടല്ലോ, ഞാനേ സൈക്കിൾ ഓടിച്ചാൻ പഠിച്ചു. മിടുക്കിയായി. ഇനിയുണ്ടല്ലോ, ഞാനേ കാർ ഓടിച്ചു, എന്നിട്ട് വിമാനം ഓടിച്ചു ആകാശത്തൂടെ. ചെറിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും അല്ലല്ലോ മനസ്സിലാ നിന്റെ ഭാര്യക്ക്. മിടുക്കിയ പെട്ടെന്ന് പഠിച്ചത് കണ്ടില്ലേ? അതിന് മതിയല്ലേ സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തത്? ഞാൻ സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തെങ്കിൽ അതിന് അതിൻ്റെതായ ലക്ഷ്യമുണ്ട്. കൃത്യമായൊരു കഴുത്തുന്നം വെക്കാതെ കത്തിരാകാറില്ല മനസ്സിലാ ഞാൻ, അറിയാമല്ലോ. അനുകൂലമായ കാലാവസ്ഥ. അപ്പോ ഇനി കുട്ടിമണിയെ ഞാൻ പഠിപ്പിക്കാം സൈക്കിൾ ഓടിക്കാൻ. മാറ്. എന്താടാ, കുട്ടിമണി ചവിട്ടിക്കോ, ഞാൻ പിടിച്ചിട്ടുണ്ട്. നമുക്ക് റോഡിൽ പോയി പഠിച്ചാലോ? നീ പോയൊരു കൊട്ടയും ചൂലും എടുത്തോണ്ടോ? പെണ്ണിനെ തൂത്തുവാരി എടുക്കണ്ടേ? എന്താ ഇത്? നീ ഒന്ന് പോടാ അവിടുന്ന്. കുട്ടിമണിക്ക് പോകാനുള്ള വണ്ടി വരുന്നുണ്ടല്ലോ മനസ്സിലാ. നീ ഒന്ന് പോയേ. എന്താ ഇത്? അയ്യോ, കുട്ടിമണി വീണേ, ഓടി വരണേ. അയ്യോ അയ്യോ, എന്താ മോളെ, എന്തു പറ്റി? കുട്ടിമണി, എന്തു പറ്റി? ചോര. ഏയ്, പേടിക്കാനൊന്നും ഇല്ല, ഇച്ചിരി തോലി പോയെന്നേ ഉള്ളൂ. മോളെ, സിജനോട് ഞാൻ പലതവണ പറഞ്ഞതാ റോഡിന്റെ ഭാഗത്തേക്കൊന്നും പോവരുതെന്ന്. കേട്ടില്ല. വല്ല വണ്ടിയും വന്നിരുന്നെങ്കിലോ? ഓ എന്റെ ഭഗവതി, പരുത്തിക്കാവിലമ്മ രക്ഷിച്ചു. അല്ലെങ്കിൽ തന്നെ ഈ പിറന്നാൾ മാസം എന്ന് വെച്ചാൽ ഗ്രഹപ്പഴ. ആശുപത്രി കൊണ്ടുപോകുന്നതന്നെ നല്ലത്. ഏയ്, ഇതിന് ആശുപത്രി പോവേണ്ട ആവശ്യമൊന്നുമില്ല. ബെറ്റാഡിൻ ലോഷൻ കൊണ്ടൊന്ന് വാഷ് ചെയ്തിട്ട് കുറച്ച് ഓയിൽമെന്റ് ഇട്ടാ മതി. എന്റെ കയ്യിലുണ്ട്. വാ മോള്, വാ. എന്നാലും എന്റെ കുഞ്ഞെ, നിന്റെ ഒരു ഗ്രഹപ്പുഴ. അതിനിപ്പോ കരയാൻ മാത്രം എന്ത് സംഭവിച്ചു? പെണ്ണു കുന്തളിച്ച് സൈക്കിളിലോട്ട് കയറിയിട്ടല്ലേ. ഭാഗ്യത്തിന് ഇത്രയല്ലേ പറ്റിയുള്ളൂ. ദൈവത്തിന് നന്ദി പറ. എന്റെ പരുത്തിക്കാവിലമ്മേ, കൊച്ചിനെ ഇനി വീഴാതെ കാത്തോളണേ. ആ ഭഗവതി ഇനി നിന്റെ കൊച്ചിന്റെ സൈക്കിളിന്റെ പിറകെ പിടിക്കാൻ വരുവാ. പെണ്ണിനോട് നെകളിപ്പ് കുറയ്ക്കാൻ പറ. കണ്ടില്ലേ കണ്ടില്ലേ? എന്റെ അപ്പച്ചിയമ്മേ, അവള് വേദനിച്ച് കിടക്കുമ്പോ ഒന്നും പറയാതെ. മരുന്നിന്റെ നീറ്റല്ല, കുറച്ച് കഴിയുമ്പോ അങ്ങ് മാറിക്കോളൂ. ആ വാ ശാരദേ,
സിജൻ ഇനി കുറച്ചു നേരം കുട്ടിമണിയുടെ അടുത്തിരിക്കട്ടെ. അതെ അതെ, അവര് ഭാര്യയും ഭർത്താവും ഇരിക്കുന്നിടത്ത് ആവശ്യമില്ലാത്തവർക്ക് എന്താ കാര്യം? വാ കലമോളെ, നമുക്ക് ഇറങ്ങിയേക്കാം. ഹ, വാന്ന്. മനുഷ്യ വീണായിരുന്നോ? ഇല്ല. ആ വീഴത്തില്ല. ഞാനേ മാരനപ്പനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, എന്റെ മനുഷ്യനെ വിരിച്ചല്ലേ. എന്റെ സൈക്കിളിന് എന്തെങ്കിലും പറ്റിയായിരുന്നോ? ഇല്ല. ഓ, എനിക്ക് വേദന എടുക്കുന്ന എന്റെ മനുഷ്യ. കണ്ണടച്ചുറങ്ങിക്കോ, ഉണരുമ്പോഴേക്കും വേദന പമ്പ കിടക്കും. അമ്മ കിടക്കുവോ? പിന്നല്ലാതെ പമ്പയും കടന്ന് അവിടുന്ന് ശരണം വിളിച്ച് ശബരിമലയ്ക്ക് പോകും. ആണോ? എങ്കിൽ ഞാൻ ഉറങ്ങാവേ. പിന്നെ ഞാൻ ഉറങ്ങുന്നവരെ മനുഷ്യ എന്നെ നോക്കി അങ്ങ് ഇരിച്ചനെ. നോക്കി ഇരിച്ചനെ പോലെ. ഇല്ല കുട്ടുണി, പോവില്ല. മനുഷ്യൻ പോലെ കുട്ടുമണി ഇട്ടിച്ച് എവിടെ എവിടെ എവിടെയും പോലെ. മനുഷ്യണ്ടല്ലോ, മനുഷ്യനെ ഒത്തിരി ഇഷ്ടമാണേ. മതി, ഇത് റിസ്കാ. രവിയേട്ടനില്ലേ അപ്പുറത്ത്? ഉണ്ട്. അയാൾ ഉണർന്നാൽ അറിയാനുള്ള മാർഗവും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
എന്താടാ നിനക്കൊരു വിമിഷ്ടം? പൊട്ടിയോട് പ്രേമം തോന്നി തുടങ്ങിയോ? അതോ പൊന്നു ഭാര്യയെ ചതിക്കുന്നതിലുള്ള കുറ്റബോധമാണോ നിന്റെ മനസ്സിൽ? അല്ല മതി. വാ ഇരിക്കെ. സത്യത്തിൽ എനിക്ക് പേടിയുണ്ട് മതി. ഈ സമയത്ത് നിന്നെ എന്നെ കൂടെ പിടിച്ച കണ്ണിൽ പൊടി വീണു എന്നൊന്നും പറഞ്ഞ് രക്ഷപ്പെടാനാവില്ല. ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. നീ സ്വസ്ഥമായിട്ടിരിക്കും. എടാ, അന്ന് ഞാൻ നിന്നോട് പറഞ്ഞതാ, പ്രണയം എന്ന് പറഞ്ഞ സാഹസികമായിരിക്കണം. എല്ലാവരും അനുവദിച്ചു തരുന്ന പ്രണയത്തിന് എന്നതാടാ ഒരു രസം. ഇതല്ലേ ത്രില്ല്, ഇതല്ലേ കിക്ക്. നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ മുകളിലൂടെ ഹെലികോപ്റ്ററിൽ പോകുന്നതിനേക്കാൾ എനിക്കിഷ്ടം കയറ് കെട്ടി നടക്കുന്നത്. പക്ഷേ ഒരു പക്ഷേ ഇല്ല. അയ്യടി മനമേ തീപ്പറ്റി കോലെ ഓരച്ചുമ്പ കത്തും. സത്യമായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും. ആരാതാ? ഇതേ ഞാൻ പറഞ്ഞു കൊടുക്കുമല്ലോ, ഞാൻ പറഞ്ഞു കൊടുക്കും. അയ്യടി മനമേ തീപ്പറ്റി കോലെ ഓരച്ചുമ്പ കത്തും. സത്യമായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും. നിങ്ങൾ എന്നെ കൂട്ടാതെ അക്കുത്തിക്കുത്ത് കളിച്ചല്ലേ? ശരിയാക്കി തരാം. ഞാനും ഉണ്ട്. എന്നെ കൂട്ടാതെ കളിച്ചാൽ പറ്റത്തില്ല. എല്ലാരും കൈ ഇവിടെ ഇങ്ങനെ വെച്ചേ. ഇങ്ങനെ വെക്കും. ഇവിടെ ഇവിടെ വെക്കേ. മനുഷ്യൻ വെച്ചേ. ആ കൊച്ചേച്ചൻ വെച്ചേ. മനുഷ്യൻ വട്ടത്തിലിരുന്നേ. ഇങ്ങനെ വട്ടത്തില്. എന്നാലും എനിക്ക് കളിച്ചാലേ പറ്റത്തുള്ളൂ. അതാ വട്ടത്തിരിച്ചേ. എന്നിട്ട് കൈ ഇതാ ഇങ്ങനെ വെച്ചേ. എന്ന് കളി തുടങ്ങാൻ പോവാണ്. ഞാനേ ജയിക്കത്തുള്ളൂ. കളി തുടങ്ങട്ടെ. അക്കുത്തിക്കുത്താന വരുമ്പേ കല്ലെ കുത്ത് കരിങ്കുത്ത്. അക്കരെ നിൽക്കുന്ന കൊക്കോപ്പാവിന്റെ കൈയും കാലും കൂട്ടിക്കെട്ടി മലത്തട്ടെ. മത്തിക്കോ മത്തിക്കോ കൊച്ചേച്ചി മലത്തിക്കേ. ഈ വെള്ളം താറാവെള്ളം താറാമൊട്ടയുടെ കയ്യിലൊരു വങ്ക്.